ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ തമിഴ്നാട് ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയോട് 14 ചോദ്യങ്ങളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രസിഡൻഷ്യൽ റഫറൻസിനുള്ള സവിശേഷ അധികാരം വിനിയോഗിച്ചാണ് രാഷ്ട്രപതിയുടെ ഈ നീക്കം. തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നിർണായക നീക്കം. ഭരണഘടനയുടെ 143(1) അനുച്ഛേദം പ്രകാരമുള്ള അധികാരമാണ് രാഷ്ട്രപതി ഉപയോഗിച്ചത്. ഭരണഘടനയുടെ 200, 201 അനുച്ഛേദ പ്രകാരം നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന് രാഷ്ട്രപതി കൈമാറിയ റഫറൻസിൽ ചൂണ്ടിക്കാട്ടി. ബില്ലുകൾ ഗവർണർക്ക് ലഭിക്കുമ്പോൾ ഭരണഘടനയുടെ 200-ാം അനുച്ഛേദ പ്രകാരം മുന്നിലുള്ള മാർഗങ്ങൾ എന്തൊക്കെ? ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഗവർണർമാർ ബാധ്യസ്ഥരാണോ? 200, 201 അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിയും ഗവർണറും ഭരണഘടനാപരമായ വിവേചനാധികാരം വിനിയോഗിക്കുന്നത് ന്യായമല്ലേ എന്നതുൾപ്പെടെ 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ചോദിച്ചത്. ബില്ലുകൾ നിയമമാകുന്നതിന് മുൻപ് അതിലെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ എന്നും രാഷ്ട്രപതി ചോദിച്ചു. പുനഃപരിശോധന ഹർജി നൽകിയാൽ വിധി പ്രസ്താവിച്ച അതേ ബെഞ്ച് തന്നെ പരിഗണിക്കുമെന്നതിനാലും അനുകൂല വിധി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നുമുള്ള കേന്ദ്ര സർക്കാർ വിലയിരുത്തലിനിടെയാണ് രാഷ്ട്രപതിയുടെ നിർണായക നീക്കം. 24 ഡൽഹി.